മീനമാസത്തിലെ ഉത്രം നക്ഷത്രത്തിൽ ആറാട്ടുവരുന്ന രീതിയിലാണ് അയ്യപ്പസ്വാമിയുടെ കൊടിയേറ്റുത്സവം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 10 ദിവസമാണ് ഈ ഉത്സവം നടക്കുന്നത്. പന്തളം കൊട്ടാരത്തിൽ നിന്നും കൊടുത്തുവിടുന്ന തിരുവാഭരണപ്പെട്ടിയിലുള്ള അയ്യപ്പന്റെ തിടമ്പാണ് എഴുന്നള്ളിക്കുന്നത്. ആദ്യത്തെ 4 ദിവസവും എഴുന്നള്ളത്ത് മണിമണ്ഡപത്തിൽ നിന്നും തുടങ്ങി പവിത്രമായ 18-ാം പടിയിലൂടെ താഴെ എത്തി നായാട്ടുവിളി നടത്തി സന്നിധാനം പ്രദക്ഷിണം ചെയ്ത് മണ്ഡപത്തിൽ അവസാനിക്കുന്നു. അഞ്ചാം ഉത്സവം മുതൽ 8-ാം ഉത്സവം വരെ ശബരിമല സന്നിധാനത്ത് ആനപ്പുറത്താണ് ധർമ്മശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പ് നടത്തിവരുന്നത്. 5-ാം ദിവസം അയ്യപ്പൻ്റെ എഴുന്നള്ളത്ത് വാദ്യമേളങ്ങളോടെ ശരംകുത്തിയാൽ വരെ വന്ന് നായാട്ടുവിളി നടത്തി വാദ്യമേളങ്ങൾ ഒഴിവാക്കി നിശബ്ദമായി മണിമണ്ഡപത്തിൽ തിരിച്ചെത്തി അവസാനിക്കുന്നു. 9-ാം ദിവസം ധർമ്മശാസ്താവിനെ ശരംകുത്തിയിലോട്ട് എഴുന്നള്ളിച്ച് പള്ളിവേട്ട നടത്തി ശ്രീകോവിലിന് പുറത്ത് വിശ്രമിക്കുന്നു. 10-ാം ദിവസം ആനപ്പുറത്ത് ധർമ്മശാസ്താവിൻ്റെ കോലവും തിടമ്പും എഴുന്നള്ളിച്ച് പമ്പയിലെ ആറാട്ടും കഴിഞ്ഞ് ശ്രീകോവിലെത്തിക്കുന്നതോടെ കൊടിയേറ്റുത്സവത്തിനോടനുബന്ധിച്ചുള്ള ധർമ്മശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പ് അവസാനിക്കുന്നു.